ഈശോ കുരിശിൽ മരിച്ചപ്പോ തിരശീല, ദേവാലയത്തിലെ തിരശീല നെടുകെ കീറിപ്പോയി ഇല്ലേ? മത്തായി സുവിശേഷം പറയുന്നുണ്ട്, മർക്കോസ് സുവിശേഷം പറയുന്നുണ്ട്. എന്താണ് നെടുകെ കീറിപ്പോയി എന്ന് പറഞ്ഞാൽ, ആ തിരശീല എന്തിനായിരുന്നു? പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തിരശീലയായിരുന്നു ജെറൂസലേം ദേവാലയത്തിലെ തിരശീല. 60 അടി നീളവും 30 അടി വീതിയും 4 ഇഞ്ച് കനവുമുള്ള തിരശീലയാണ്. അതിവിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിലാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുക. എന്താണ്? പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാൻ പാടില്ല. പാപിയായ മനുഷ്യന്റെ നിഴൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ വീഴാൻ പാടില്ല. അതിന് കട്ടിയുള്ള ഒരു തിരശീല വെച്ചിരിക്കുകയാണ്. ആ തിരശീല ഈശോയുടെ മരണത്തോടെ കീറിപ്പോയി. എന്താ അതിനർത്ഥം? ആരാ കീറിയത്? മുകളിൽ നിന്ന് താഴേക്കാണ്. അത് ദൈവദൂതനാണ് കീറിയത്. എന്താ അതിനർത്ഥം? ഇനി മുതൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ, അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാൻ ആർക്കാണ് യോഗ്യത? ആർക്കാണ് യോഗ്യത? പാപിയാണ് എന്നുള്ള ബോധമുള്ള മനുഷ്യനാണ് യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയാണ് എന്നുള്ള ബോധമുള്ള മനുഷ്യനാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള യോഗ്യത എന്ന് യേശു തന്റെ കുരിശിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, തുറന്നു കാട്ടി തന്നു. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നടന്നു ചെല്ലാനുള്ള വാതിൽ തുറന്നു തന്നത് ഈശോയുടെ മരണമാണെന്ന് ഓർക്കണം. ഈശോയുടെ മരണമാണ്. ഇനി ദൈവത്തിൻ്റെയും മനുഷ്യന് മുമ്പിൽ ഒരു മറയില്ല. അതാണ് ദൈവാശ്രയ ബോധം. അതുകൊണ്ട് ഒരിക്കലും ഓർക്കരുത്, ഞാൻ പാപം ചെയ്തുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞെന്ന് ഒരിക്കലും പറയരുത്. കാരണം എന്താ? പാപിയായ മനുഷ്യനോടാണ് ദൈവത്തിന് കൂടുതൽ കരുണ. ബലഹീനനായ മനുഷ്യനോടാണ് ദൈവത്തിന് കൂടുതൽ സ്നേഹം. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? You are the temple of the Holy Spirit. നീ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുന്നു. ഇതെല്ലാം ഉറച്ച് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ഇത് നമുക്കൊരു സംശയമില്ലാതെ ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ധൈര്യപ്പെടുത്തുന്ന കർത്താവ്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ എങ്ങനെയാണ്? ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ദൈവാശ്രയബോധം. ദൈവാശ്രയബോധം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ദൈവമുണ്ട്, ദൈവാശ്രയബോധം. എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുന്ന ചിന്തയാണ്. ദൈവാശ്രയബോധമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ആദ്യം വേണ്ടത്, ഒരു വിശ്വാസിക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല. അതാ പൗലോസ്ലീഹ പറഞ്ഞേ, കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്ന് പൗലോസ് ചോദിച്ചില്ലേ? രോഗമോ പീഡനമോ ഒന്നുമില്ല, പട്ടിണിയോ മരണമോ ഒന്നുമില്ല, ഒന്നും എന്നെ ഭയപ്പെടുത്താൻ സാധ്യമല്ല. കാരണം എന്താ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ തളരരുത്. എന്ത് സംഭവിച്ചാലും തളരരുത്. ഒന്നും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് കൂടെയുണ്ടെങ്കിൽ, കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വേണം. നമ്മളത് വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഈശോ ആദ്യമായിട്ട് ഒരു ശുശ്രൂഷ ചെയ്തു തുടങ്ങുന്നത് ഒരു സിനഗോഗിൽ പ്രവേശിച്ചുകൊണ്ടാണ്. കഫർനാമിലാണ്. കഫർനാം എന്ന് പറഞ്ഞാൽ ഗലീലയിലാണ്. ഈശോയുടെ സ്ഥലമാണ്. ഗലീലയിലെ നസ്രത്തിലാണ് ഈശോ വളർന്നത്. ബെത്ലഹേം, യൂദയായിലെ ബെത്ലഹേമിലാണ് ജനിച്ചത്. പക്ഷേ ഈശോ വളർന്നത് ഗലീലയിലെ നസ്രത്തിലാണ്. അവിടുത്തെ ഗലീലയിലെ മറ്റൊരു പട്ടണമാണ് കഫർനാം. അവിടെയാണ് ഈശോ ഏറ്റവും കൂടുതലായിട്ട് സമയം ചെലവഴിച്ചത് തൻ്റെ പരസ്യജീവിത കാലത്ത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലം ഏതാ? ഗലീലിയാണ്. ഗലീലി, യൂദയല്ല. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഗലീലി എന്ന് പറയുന്ന സ്ഥലം പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലമാണ്. യൂദയ എന്ന് പറയുന്ന സ്ഥലം വലിയ സമ്പന്നരുടെ സ്ഥലമാണ്. ഈശോ ഒരിക്കലും സമ്പന്നരുടെ ഇടയിൽ ജീവിച്ചിട്ടില്ല. യേശു എപ്പോഴും ജീവിച്ചിട്ടുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ്. ഗലീലി എന്ന് പറയുന്ന പ്രദേശത്തെ യൂദയായിലുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. അത് രണ്ട് സ്ഥലത്തുള്ളത് ആരാ? യഹൂദര. രണ്ട് സ്ഥലത്തും യഹൂദര തന്നെ. പക്ഷെ ഗലീലയിലുള്ള യഹൂദരെ യൂദയായിലുള്ള യഹൂദർക്ക് ഇഷ്ടമല്ല. കാരണം ഗലീലയിലുള്ള യഹൂദര് അവർ വിദ്യാഭ്യാസമില്ലാത്തവരാ, അവർ താഴ്ന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാ, അവർ ഒരുമിച്ച് വിജാതിയരുടെ കൂട്ടത്തോടെ ജീവിക്കുന്ന ആൾക്കാരാ. അവർ യഹൂദരാണെങ്കിലും വിജാതിയർ അവരുടെ കൂട്ടത്തിലുണ്ട്. വിജാതിയരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ് ഗലീലയിലുള്ള മനുഷ്യർ. അതുകൊണ്ട് ഗലീലയിലുള്ള ആളുകളെ അവർ വിളിക്കുന്നത് വിജാതീയ ഗലീലി എന്നാണ്. ജെൻഡൈൽ ഗലീലി അങ്ങനെ വിളിക്കണേ, കളിയാക്കി വിളിക്കുക. കാരണം അവർ വിജാതീയരെ പോലെയാണ് മറ്റുള്ളവർ കണ്ടിരുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് അവർ ചോദിക്കുക, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ? ഈ ഗലീലയിലുള്ള മനുഷ്യർക്ക് ശരിയായിട്ടുള്ള ദൈവവിശ്വാസം ഇല്ല എന്നാണ് അവർ പറയുക.
അവരൊന്നും വിശ്വസ്തയോടെ ജീവിക്കുന്ന ആളുകളല്ല. അവർ സാബത്ത് ആചരിക്കാറില്ല, അവർ ഉപവസിക്കാറില്ല, അവർ പ്രാർത്ഥിക്കാറില്ല എന്നൊക്കെയാണ് ആര് പറയണേ? യൂദയായിലുള്ള ഈ ഫരിസയര്, ഈ സദുച്ചയര്, അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെ മീൻപിടുത്തക്കാര്, ഇവിടെ മരപ്പണിക്കാര്, ഇവിടെ ചുങ്കം പിരിവുകാര്, അങ്ങനെയുള്ള ആളുകളൊക്കെയാ ഈ ഗലീലയിൽ താമസിക്കുക. പക്ഷെ ഓർക്കണം, ഈശോ ജനിച്ചത് യൂദയായിലാണ്, ദാവീദിന്റെ പട്ടണത്തിലാണ്. പക്ഷേ ഈശോ വളർന്നത് ഈ ഗലീലയിലാണ്, പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ്. അവിടുന്ന് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അവിടെയാണ്, ഏറ്റവും കൂടുതൽ പ്രബോധനങ്ങൾ നടത്തിയത് അവിടെയാണ്, കരുണ കാണിച്ചത് അവിടെയാണ്, അനുകമ്പ പ്രദർശിപ്പിച്ചത് അവിടെയാണ്. അവിടെയുള്ള വിജാതീയരായിട്ടുള്ള നായിനിമിലെ വിധവ, ഒരു വിജാതീയ സ്ത്രീ, പാവപ്പെട്ട വിജാതീയ സ്ത്രീയാണ്. ആ നായിനിമിലെ വിധവയുടെ ഏക മകൻ മരിച്ചു പോയപ്പോൾ ആരും പറയാതെ തന്നെ ആ മകനെ ആ അമ്മയ്ക്ക് ഉയർപ്പിച്ചു കൊടുത്തു ഈശോ. കാരണം എന്താ? അവളോട് അനുകമ്പ തോന്നി എന്ന് പറയാ. അങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിന്ന് അവരോട് അനുകമ്പ തോന്നിയ കർത്താവ്. അപ്പൊ അവരൊക്കെ വലിയ പാപികളാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് ഈശോ ജീവിച്ചതെന്ന് ഓർക്കണം. ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞത് അവരോടാണ്. ധൂർത്തപുത്രന്റെ ഉപമ ഈശോ പറഞ്ഞത് ഈ പാവപ്പെട്ട മനുഷ്യരോടാ. കാരണം എന്താ? ഇവരൊക്കെ ധൂർത്തപുത്രന്മാരാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി വെച്ചിരിക്കുകയാണ് ഈ ഫരിസയരൊക്കെ, പ്രമാണിമാരൊക്കെ. പക്ഷെ കർത്താവ് പറഞ്ഞെന്താ? ഈ ധൂർത്തപുത്രനാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിട്ട് മാറിയത് എന്നാണ്. നമ്മൾ ഓർക്കണം, ഈ പിതാവിന് 2 മക്കളുണ്ടായിട്ട് ഈ ഇളയ മകൻ എല്ലാ സ്വത്തും വാങ്ങിയിട്ട് ധൂർത്തടിക്കാൻ പോയി. ധൂർത്തടിച്ച് കഴിഞ്ഞപ്പോ ഈ പുത്രൻ തിരിച്ചു വന്നപ്പോ പിതാവ് ഒരിക്കലും ചോദിക്കുന്നില്ല, നീ എന്ത് ചെയ്തു, എൻ്റെ സ്വത്ത് എന്ത് കാണിച്ചു, ഇതൊന്നും ചോദിക്കുന്നില്ല. നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഈ മകന്റെ മാനസാന്തരമാണ് പിതാവിന് ഇഷ്ടം. ഈ മകൻ എങ്ങനെയാ മാനസാന്തരം ഉണ്ടായത്? ഈ മകനൊരു ബോധം വന്നു. എന്ത് ബോധം? സുബോധം. എന്താണ് ഈ സുബോധം? അവന്റെ പിതാവിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ പിതാവിനെ ഓർത്തു എന്നതാണ് സുബോധം. ഞാൻ പുത്രനാണ്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കും, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും എന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നതാണ് സുബോധം. പാപം ചെയ്തിട്ട് പാപത്തിൽ തന്നെ ജീവിക്കുന്നത് സുബോധമില്ലായ്മ, ബോധമില്ലായ്മ. പാപം ചെയ്തിട്ട് പാപത്തിൽ തന്നെ ജീവിക്കുന്നത് ബോധമില്ലായ്മയാണ്. മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ട് ആ സങ്കടം പരിഗണിക്കാത്തത് ബോധമില്ലായ്മയാണ്. സമ്പത്തിൽ ആശ്രയിച്ച് സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുന്നത് ബോധമില്ലായ്മയാണ്. അതുകൊണ്ട് ഈ പുത്രൻ സുബോധം കാണിച്ചു. എന്താണ്? അവന്റെ പിതാവിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ആ നല്ല സമരിയക്കാരന്റെ ഉപമയിൽ ഈശോ പറയുന്നുണ്ട്, ആദ്യം ഒരു പുരോഹിതൻ പോയി തിരിഞ്ഞു നോക്കിയില്ല, പിന്നീട് ഒരു ലേവായൻ പോയി തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്താ? അവരാരും സുബോധമുള്ള മനുഷ്യരായിരുന്നില്ല, സുബോധമില്ലാത്ത മനുഷ്യരായിരുന്നു. അവർക്ക് സുബോധമില്ല എന്ന് പറഞ്ഞെന്താ? അവർക്ക് യഥാർത്ഥത്തിൽ ദൈവമാരാണ്, യഥാർത്ഥത്തിൽ പിതാവാരാണ് എന്നവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സുബോധത്തോടെ ജീവിക്കണം. സുബോധം എന്ന് പറയുന്നത് നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ള ബോധമാണ്. എനിക്കൊരു പിതാവുണ്ട്, എന്നെ സ്നേഹിക്കുന്ന, കരുതലോടെ കാക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഗൗദേത്തെ എക്സുൽത്താത്തെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആനന്ദിച്ച് ആഹ്ലാദിക്കും എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന 5 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ദൈവമുണ്ട്, ദൈവാശ്രയ ബോധം. എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുന്ന ചിന്തയാണ്. ദൈവാശ്രയ ബോധമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ആദ്യം വേണ്ടത്, ഒരു വിശ്വാസിക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല. അതാ പൗലോസ് ശ്ലീഹ പറഞ്ഞേ, കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്ന് പൗലോസ് ചോദിച്ചില്ലേ? രോഗമോ പീഡനമോ ഒന്നുമില്ല, പട്ടിണിയോ മരണമോ ഒന്നുമില്ല, ഒന്നും എന്നെ ഭയപ്പെടുത്താൻ സാധ്യമല്ല. കാരണം എന്താ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ തളരരുത്, എന്ത് സംഭവിച്ചാലും തളരരുത്. ഒന്നും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വേണം. നമ്മളത് വിശ്വസിക്കണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3:16, 6:19 അവിടെയൊക്കെ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നീ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുന്നു. ഇതെല്ലാം ഉറച്ച് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. നമുക്കൊരു സംശയമില്ലാതെ ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്.
ധൈര്യപ്പെടുത്തുന്ന കർത്താവ്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഇങ്ങനെയാണ്, ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ദൈവാശ്രയബോധമാണ്. ദൈവാശ്രയബോധം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ബസ്സിൽ കയറുമ്പോൾ ഈ മുകളിലത്തെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച അനങ്ങൂല എന്ന് പറയുമല്ലോ, അതുപോലെയാണ്. അതുപോലൊരു പിടിയാണ്, ഒരു പിടിവള്ളിയാണ് കർത്താവിൽ ആശ്രയം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങുകയില്ല എന്ന് സങ്കീർത്തകൻ പാടുന്നത് പോലെയാണ്. കർത്താവിൻ്റെ പരിചയമാണ് എൻ്റെ കോട്ടയാണ്. കർത്താവിൻ്റെ പരിചയമാണ് എൻ്റെ കോട്ടയാണ്, എൻ്റെ അഭയശിലയാണ് കർത്താവ്. ഇങ്ങനെ സങ്കീർത്തകൻ പാടും. അപ്പോൾ ഇത് വിശ്വാസമാണ്. ഇപ്പം നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഈ ദൈവാശ്രയ ബോധമാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ പാപം ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളെ കർത്താവ് തള്ളിക്കളയില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ കർത്താവ് ഞാൻ പാപിയായതുകൊണ്ട് എൻ്റെ കർത്താവ് തള്ളിക്കളഞ്ഞു, ഇല്ല. നമ്മൾ ഓർക്കണം, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ തിരശീല, ദേവാലയത്തിലെ തിരശീല നെടുകെ കീറിപ്പോയി, ഇല്ലേ? മത്തായി സുവിശേഷം പറയുന്നുണ്ട്, മർക്കോസ് സുവിശേഷം പറയുന്നുണ്ട്. എന്താണ് നെടുകെ കീറിപ്പോയി എന്ന് പറഞ്ഞാൽ, ആ തിരശീല എന്തിനായിരുന്നു? പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന തിരശീലയായിരുന്നു ജെറൂസലേം ദേവാലയത്തിലെ തിരശീല. 60 അടി നീളവും 30 അടി വീതിയും 4 ഇഞ്ച് കനവുമുള്ള തിരശീലയാണ്. അതിവിശുദ്ധ മന്ദിരത്തിന് മുമ്പിലാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുക. എന്താണ്? പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ പാടില്ല. പാപിയായ മനുഷ്യൻ്റെ നിഴല് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ വീഴാൻ പാടില്ല. അതിന് കട്ടിയുള്ള ഒരു തിരശീല വെച്ചിരിക്കുകയാണ്. ആ തിരശീല ഈശോയുടെ മരണത്തോടെ കീറിപ്പോയി. എന്താ അതിനർത്ഥം? ആരാ കീറിയത്? മുകളിൽ നിന്ന് താഴേക്കാണ്. അത് ദൈവദൂതനാണ് കീറിയത്. എന്താ അതിനർത്ഥം? ഇനി മുതൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ, അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാൻ ആർക്കാണ് യോഗ്യത? പാപിയാണ് എന്നുള്ള ബോധമുള്ള മനുഷ്യനാണ് യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയാണ് എന്നുള്ള ബോധമുള്ള മനുഷ്യനാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള യോഗ്യത എന്ന് യേശു തന്റെ കുരിശിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, തുറന്നു കാട്ടി തന്നു. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നടന്നു ചെല്ലാനുള്ള വാതിൽ തുറന്നു തന്നത് ഈശോയുടെ മരണമാണെന്ന് ഓർക്കണം. ഈശോയുടെ മരണമാണ്. ഇനി ദൈവത്തിൻ്റെയും മനുഷ്യന് മുമ്പിൽ ഒരു മറയില്ല. അതാണ് ദൈവാശ്രയ ബോധം. അതുകൊണ്ട് ഒരിക്കലും ഓർക്കരുത്, ഞാൻ പാപം ചെയ്തുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞെന്ന് ഒരിക്കലും പറയരുത്. കാരണം എന്താ? പാപിയായ മനുഷ്യനോടാണ് ദൈവത്തിന് കൂടുതൽ കരുണ. ബലഹീനനായ മനുഷ്യനോടാണ് ദൈവത്തിന് കൂടുതൽ സ്നേഹം. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ദൂരെ വെച്ച് തന്നെ അവൻ്റെ പിതാവ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒറ്റ ശ്വാസത്തിലാണ് ഈശോ ഇത്തരം വാക്കുകൾ പറഞ്ഞത്. ആ ഉപമയിൽ ഒറ്റ ശ്വാസത്തിലാണ് ഈശോ പറയുക, ആ ധൂർത്തപുത്രനെ, തൻ്റെ മകനെ പിതാവ് ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇതാണ് ദൈവസ്നേഹം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാപം ചെയ്തു പോയി എന്ന് വിചാരിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകലരുത്. ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടണം. പാപത്തിൽ നിന്ന് മാറി ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. പക്ഷേ നമ്മൾ പാപിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മളെ നിരന്തരം വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആദ്യം വേണ്ടത് അതാ. രണ്ടാമത് വേണ്ടത് എന്താ? ഫ്രാൻസിസ് പാപ്പ പറയാണ്, രണ്ടാമത് വേണ്ടത് ആനന്ദമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് എന്താ? സന്തോഷമാണ്. ഹൃദയത്തിൽ ആനന്ദം വേണം, ഹൃദയത്തിൽ സന്തോഷം വേണം. നിരാശയിൽ ജീവിക്കരുത്, കരഞ്ഞു ജീവിക്കരുത്, വിഷാദത്തോടെ ജീവിക്കരുത്. എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന നീ എന്തിന് വിഷാദപ്പെടുന്നു? എൻ്റെ ആത്മാവേ എന്തിന് നീ വിഷാദിക്കുന്നു എന്ന് ചോദിക്കുന്നില്ലേ? അതുപോലെയാണ് നമ്മുടെ ആത്മാവ്. നമ്മൾ വിഷാദത്തിൽ ജീവിക്കരുത്, നിരാശയിൽ ജീവിക്കരുത്. ചില ആളുകൾ ഇങ്ങനെ നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് ജീവിതം തീർക്കും. അത് പിശാചിൻ്റെ തട്ടിപ്പാണ്, പൈശാചികമായ സ്വാധീനമാണ്. എപ്പോഴും ഓർക്കുക, പിശാച് പല രീതിയിലാണ് നമ്മളെ ആക്രമിക്കാൻ വരിക. ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പോലെ പൈശാചിക ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹീസ് റോളിംഗ് റൗണ്ട് ലൈക്ക് എ റോറിംഗ് ലയൺ. അവൻ അലറുന്ന സിംഹത്തെ പോലെ നമുക്ക് ചുറ്റി നടപ്പുണ്ട്, സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്, ഒരിക്കലും പരാതി പറഞ്ഞ് ജീവിക്കരുത്, ഒരിക്കലും പരിഭവം മാത്രം പറയരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് കുറ്റം മാത്രം പറയുക, നെഗറ്റീവ് മാത്രം ചിന്തിക്കുക, അങ്ങനെയില്ല. ആനന്ദം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നുള്ള ശക്തമായ വിശ്വാസത്തിൽ നിന്നാണ് ഈ ആനന്ദം വരേണ്ടത്. അതാണ് മൂന്നാമത്തെ കാര്യം ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചത്. ധൈര്യമാണ്, ധീരത. കർത്താവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അതുകൊണ്ട് ഗർഭചിത്രം ഒരു പരിഹാരമല്ല.
ഗർഭചിത്രത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഒരു മനുഷ്യനെയും തള്ളിപ്പറയരുത്, ഒരു മനുഷ്യനെയും മാറ്റി നിർത്തരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധീരത വേണം, ധൈര്യം വേണം. നന്മ ചെയ്യാനുള്ള ധീരത, ക്ഷമിക്കാനുള്ള ധീരത. ഒരാളോട് ക്ഷമിക്കണമെങ്കിൽ ധൈര്യം വേണം, ഒരാൾക്ക് നന്മ ചെയ്യണമെങ്കിൽ ധൈര്യം വേണം. അതാണ് ധീരത എന്ന് പറയാം. നന്മ ചെയ്യാനുള്ള ധീരത നമുക്കുണ്ടാവണം. വിശ്വാസത്തോടെ ജോലിയെടുക്കാനുള്ള ധീരത നമുക്കുണ്ടാവണം. ഇതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ മൂന്നാമത്തെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരാവണം. കരുതലുള്ള പല കുടുംബങ്ങളിൽ ഇന്ന് നമുക്കറിയാലോ, എത്രയോ കുടുംബങ്ങളിലാണ് ഈ കെട്ടിവന്ന പെണ്ണ് ആ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ തള്ളിപ്പറയുന്നത്, മാറി താമസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും അവിടെ അസ്വസ്ഥത സൃഷ്ടിക്കുക ആ കുടുംബത്തിൽ. ഇഷ്ടം പോലെ ധാരാളം കുടുംബങ്ങൾ ഇന്ന് അങ്ങനെയുണ്ട്, ധാരാളം കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുടുംബ സമാധാനം നിലനിർത്തണം. അതിന് നമ്മൾ മുൻകൈയെടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ സമാധാനം നിലനിൽക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വാസമുണ്ടാവണം. അതുകൊണ്ട് കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ നമ്മൾ മാനിക്കണം. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥന വേണം. നമുക്കറിയാലോ, ഈശോ 72 ശിഷ്യന്മാരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവരെ അയക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. 72 ശിഷ്യന്മാരെ യേശു പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ ഈ 72 ശിഷ്യന്മാരെ ഈ 2 പേരെ ആയിട്ട് ഈശോ അയക്കുകയാണ്. ഈ 2 പേരെ അയക്കുകയാണ്. അവർ ഈ 2 പേര് പോയി ചെന്ന സ്ഥലങ്ങളിലൊക്കെ അവർ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ. ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമം അവർക്ക് ശക്തി കൊടുത്തിരുന്നു. അവർ തിരിച്ചു വന്നിട്ട് എന്താ പറയാ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ സുഖപ്പെടുത്തി, രോഗികളെ സുഖപ്പെടുത്തി, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇത് കേട്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞത്, പിശാച് സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഇടിത്തീ പോലെ നിലംപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഈ ശിഷ്യന്മാരുടെ 72 ശിഷ്യന്മാരുടെ ശുശ്രൂഷയുടെ സമയത്ത് പൈശാചിക ശക്തികൾ ആകാശത്തിൽ നിന്ന് ഇടിത്തീ പോലെ നിലംപതിക്കുന്നത് യേശു നാമത്തിൽ പ്രസംഗിച്ചപ്പോൾ നിലംപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ ഈ 72 പേരോടായിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, പിശാചിനെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവര് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്? ഇവർ പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായത്, ഇവര് കൈവയ്പ് ശുശ്രൂഷ നടത്തിയപ്പോൾ സൗഖ്യം നടന്നത്, ഇവർ പിശാചുക്കളെ ബഹിഷ്കരിച്ചപ്പോൾ പിശാച് ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? യേശു നാമത്തിൽ അത് ചെയ്തത് കൊണ്ടാണ്. യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ യേശു നമ്മുടെ കുടുംബത്തിൽ വേണം. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ കുടുംബത്തിൽ വേണം. നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ കുടുംബങ്ങളാണ്. യേശുവിന് വേണ്ട പ്രാമുഖ്യം, പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കണം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൊടുക്കണം. അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. കുടുംബ പ്രാർത്ഥന ഡെയിലി വേണം. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന വേണം. ദൈവം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം. യേശുവില്ലാത്ത കുടുംബം ഇരുട്ടാണ്. ഈശോ ഇല്ലാത്ത കുടുംബം ഇരുട്ടാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കണം. അപ്പോൾ ഈ 72 പേര് ഒരുമിച്ച് പോയി, ഈ 2 പേരായിട്ട് പോയി അവർ അത്ഭുതങ്ങൾ ചെയ്തു യേശു നാമത്തിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, വേറെ 2 പേര് അതിലെപ്പോഴാ? യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞപ്പോൾ ജെറൂസലേമിൽ നിന്ന് ഭയപ്പെട്ട് 2 ശിഷ്യന്മാർ ഒളിച്ചോടി. ഈ 72 പേര് പോയത് സന്തോഷത്തോടെയാണ്, ധീരതയോടെയാണ്. അവര് തിരിച്ചു വരുന്നതും സന്തോഷത്തോടെയാണ്. കാരണം പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ നാമം, ഈശോയുടെ നാമം അവർക്ക് ധൈര്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി. എന്നാൽ ഈ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാര്, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെന്താ ചെയ്തേ? അവര് ഒളിച്ചോടി പോവാണ്. ജെറൂസലേമിൽ നിന്ന് ഒളിച്ചോടി, മരണഭയത്താൽ ഒളിച്ചോടി. കാരണം എന്താ? ജെറൂസലേമിൽ നിന്നാൽ യഹൂദ പ്രമാണിമാര് അവരെ കൊന്നുകളയും എന്ന് പേടിച്ചിട്ട് ഒളിച്ചോടി പോവാണ്. ഇങ്ങനെ ഒളിച്ചോടി പോകുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചാണ് പോകുന്നത് എന്ന് ഓർക്കണം. കർത്താവ് കൂടെ ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2 പേരെ പോകുന്നുള്ളൂ. പക്ഷെ അവരുടെ ഇടയിൽ ഒരു സമത്വമില്ല,
കൂട്ടായ്മയില്ല, സ്നേഹമില്ല. എന്താ അവർ ചെയ്തുകൊണ്ടിരുന്നത്? അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അവർ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാ ഈ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച്. കർത്താവ് കൂടെയില്ലെങ്കിൽ തർക്കം തീരൂല, സമാധാനം ഉണ്ടാവില്ല. ദൈവവിശ്വാസമില്ലാത്ത കുടുംബത്തിൽ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത വ്യക്തി ജീവിതത്തിൽ എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ അത് വിജയിക്കുന്നു എന്ന് തോന്നലേ ഉള്ളൂ. ആത്യന്തികമായൊരു സമാധാനം, ആത്യന്തികമായൊരു സന്തോഷം, ആത്യന്തികമായൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാവില്ല. കർത്താവ് കൂടെ ഇല്ലാത്തിടത്തോളം കാലം സമാധാനം കൈവരില്ല. അതുകൊണ്ട് ദൈവമില്ലാത്ത കൂട്ടായ്മകൾ തർക്കത്തിൽ അവസാനിക്കുള്ളൂ. കർത്താവില്ലാത്ത കൂട്ടായ്മകൾ, അത് പ്രാർത്ഥനാ ഗ്രൂപ്പാണെങ്കിലും അങ്ങനെ തന്നെ, കർത്താവിന് പ്രാധാന്യം കൊടുക്കാത്ത, അനുരഞ്ജനമില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത, നമുക്കറിയാലോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്താ പറയാ? ഏക മനസ്സോടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വാക്യം, അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മ മറിയത്തോടും മറ്റു സ്ത്രീകളോടും സഹോദരന്മാരോടും ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. ഏക മനസ്സോടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അഭിഷേകം നിറയുക. അത് വേണം, ഏക മനസ്സോടെ. ഇവിടെ കർത്താവില്ലായിരുന്നു, അവിടെ കൂട്ടായ്മയില്ല, തർക്കം, വാഗ്വാദം, ഇതൊക്കെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? അവരിങ്ങനെ തർക്കിച്ചു പോവുകയാണ്, അവർക്ക് എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. ഈശോ അവരുടെ കൂടെ നടന്നു. ഈശോ കൂടെ നടന്നിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, ദൈവവചനം പറഞ്ഞു കൊടുക്കുകയാണ്. മോശയുടെ നിയമവും ഏലിയ മുതലുള്ള പ്രവാചകന്മാരുടെ പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് മനുഷ്യപുത്രൻ ഇതുപോലെ സഹിക്കുകയും മരിക്കുകയും വേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉദ്ധാനത്തിലുള്ള അവരുടെ വിശ്വാസത്തെ കർത്താവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പിന്നീട് പറയുന്നു, അവൻ നമ്മോട് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം എരിയുകയായിരുന്നില്ല. ദൈവവചനത്താൽ എരിയപ്പെട്ട ഹൃദയം അതവർക്കുണ്ടായി. അതിനുശേഷമാണ് അപ്പത്തിൽ അവർ ഈശോയെ കണ്ടത്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു.